യുവവാണി. യുവവാണി റേഡിയോ ഗൈഡ്, മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി. മൗലിക കർത്തവ്യങ്ങളെയും നിർദ്ദേശക തത്വങ്ങളെയും കുറിച്ച് അധ്യാപികയായ ലക്ഷ്മി എസ് സംസാരിക്കുന്നു. യുവവാണി റേഡിയോ ഗൈഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗലിക അവകാശങ്ങളെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പമുള്ളത് അധ്യാപികയായ ലക്ഷ്മി എസ് ആണ്. നമസ്കാരം മാഡം. നമസ്കാരം. ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഉള്ള ഒരു ഭാഗമാണല്ലോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. തീർച്ചയായും സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ്, കടമകളാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, കർത്തവ്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ ഓരോ ഇന്ത്യൻ പൗരനും അവെയർ ആയിരിക്കണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാമോ മാഡം? തീർച്ചയായിട്ടും. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സുകളാണ്, അതിനകത്ത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓൾറെഡി നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു, പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ഭാഗം 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിച്ചത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 4A ഉണ്ട്, 4A, പാർട്ട് 4A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് എന്നതിനെ കുറിച്ച് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് അല്ലെങ്കിൽ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിള് 51A ആണ് നമ്മുടെ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് PSC സാധാരണ രീതിയിൽ ഈ 2 രീതിയിലും ചോദിക്കാറുണ്ട്. മൗലിക കടമകൾ, ചില വർഷങ്ങളിൽ മൗലിക കർത്തവ്യങ്ങൾ എന്നായിരിക്കാം ചോദിക്കുന്നത്. രണ്ടും കണ്ടാലും സെയിം സംഭവം തന്നെയാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? നമ്മൾ സാധാരണ ഈ ക്വസ്റ്റ്യൻ കാണാറുള്ളതാണ്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മനസ്സിലാക്കി വെക്കുക. പാർട്ട് 4A ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പൗരൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ എന്തെല്ലാം ചെയ്യണം, കർത്തവ്യം, നമ്മുടെ കർത്തവ്യമാണ് ഈ മൗലിക കടമകൾ എന്ന് പറയുന്നത്. മാഡം, നേരത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളതെന്ന്. അതുപോലെ ഇതും നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ഫോളോ ചെയ്തിട്ടാണോ നമ്മൾ എടുത്തിട്ടുള്ളത്? അതെ, നമ്മുടെ ഫോർമർ USSR, ഇപ്പോഴത്തെ റഷ്യ അല്ല, അതിന് മുമ്പുള്ള USSR. അപ്പൊ USSRന്റെ കയ്യിൽ നിന്നും നാം കടം കൊണ്ട ആശയമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ആ രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി ഇപ്പൊ നമുക്ക് റീസെന്റ് നടന്ന എക്സാമിനേഷനൊക്കെ അതേ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അതിനെപ്പറ്റി ഒന്ന് നിങ്ങൾ അവെയർ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ, സ്വരൺ സിംഗ് കമ്മിറ്റി. ഇപ്പൊ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കടം കൊണ്ടിരിക്കുന്നത് USSRന്റെ കയ്യിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ 1976 42ാം ഭരണഘടനാ ഭേദഗതിയുണ്ട്. അപ്പൊ ഈ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 42nd അമെന്റ്മെന്റ്. അതെ, 42nd അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് PSCയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മളോട് MCQ ആയിട്ടും ചോദിക്കും, അതേസമയം നമ്മളോട് ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. UPSCക്കൊക്കെ ചോദിക്കുന്നത് പോലെ ഒരു പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. തന്നെയല്ല, PSC 2 ഘട്ടങ്ങളിലായിട്ടാണ് പല എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പൊ ആദ്യഘട്ട പരീക്ഷയിലൊക്കെ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യന്റെ പെർസെന്റേജ് കുറവായിരിക്കും. പക്ഷെ മെയിൻ എക്സാമിനേഷൻ നടത്തുമ്പോൾ ഒരു 85% ക്വസ്റ്റ്യൻസ്, 85 to 90% ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രസ്താവനയായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റ്സിനെയും പറ്റി നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള അത്യാവശ്യം അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പാതിയാണ് പഠിക്കുന്നതെങ്കിൽ പറഞ്ഞ ഇയറോ അങ്ങനെ കുറെ കാര്യങ്ങൾ മറന്നു പോകണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആൻസറിൽ എത്താനോ സാധിക്കില്ല. അതെ, PSC എക്സാമിനേഷന്റെ സത്യം നമുക്കറിയാലോ, ആ എക്സാം നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു എലിമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഒന്ന് പ്രശ്നമാക്കുക എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ആ എലിമിനേഷനുള്ള സാധ്യത കുറയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞു
വെക്കേണ്ടതാണ്. അപ്പൊ ഈ സ്വരൺ സിംഗ് കമ്മിറ്റിയും 1976 42nd അമെന്റ്മെന്റ് ആക്ടും ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അറിഞ്ഞു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് 1977 ജനുവരി 3 മുതലാണ് ഈ മൗലിക കടമകള് പ്രാബല്യത്തിൽ വരുന്നത്. 1977 ജനുവരി 3. പിന്നെ നമ്മൾ PSCക്ക് പഠിക്കുമ്പോഴേ, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഈ ഇയർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, വിത്ത് ഡേറ്റ് പഠിക്കണം. കാരണം നമുക്കിപ്പോ ഈ ഇയർ അറിയായിരിക്കാം, പക്ഷെ ഡേറ്റ് വരുമ്പോൾ ഇതാണോ അതാണോ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എലിമിനേറ്റഡ് അല്ലെ, ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്നത് മൊത്തത്തിലുള്ള എക്സാമിനേഷനെയാണ് അവിടെ ബാധിക്കുന്നത്. അപ്പൊ ഈ 1977 ജനുവരി 3 മുതലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ എന്തിൽ കൊണ്ടുവരുന്നത്, ഈ പ്രാബല്യത്തിൽ വരുന്നതെന്നൊന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ നമ്മുടെ 11 മൗലിക കടമകളാണെന്ന് പറഞ്ഞു. 11 മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നമ്മൾ സ്കൂൾ തലങ്ങളിൽ പുസ്തകങ്ങളിലൊക്കെ അത് ഉൾപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ദേശീയ പതാക കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ബഹുമാനിക്കണം. ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, ദേശീയ ഗാനം കേൾക്കുന്ന സമയത്ത് നമ്മളെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നത്. അതിൽ ഈ 11ാമത്തെ മൗലിക കടമയാണ് PSC മിക്കവാറും നമ്മളോട് ചോദിക്കാറുള്ളത്. 11ാമത്തെ മൗലിക കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് മൗലിക കടമയാണ്. ഈ 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2002 86ാമത്തെ ഭേദഗതിയിലൂടെയാണ്. അപ്പൊ അത് PSC മിക്കവാറും നമ്മളോട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. 86th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2002 ഈ 11ാമത്തെ മൗലിക കടമ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഏതായാലും ആ 1 മുതൽ 11 വരെയുള്ള മൗലിക കടമകളൊന്ന് മനസ്സിലാക്കി പോകാം. 1ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് ഭരണഘടന അനുശാസിക്കുന്ന ആദർശങ്ങളെയും നിയമങ്ങളെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്താ പറയുന്നത്, എക്സാമിനേഷന് പ്രസ്താവനയിൽ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് മൗലിക കടമയാണ്. ബിക്കോസ് നമ്മൾ ആരാണ്, നമ്മൾ ഇന്ത്യൻ പൗരന്മാര്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ആദർശങ്ങളെയും നിയമങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം, അതിനെ അനുസരിക്കുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും സ്നേഹിക്കുകയും വേണം എന്നുള്ളതാണ് 1ാമത്തെ മൗലിക കടമ. 2ാമത്തെ മൗലിക കടമ പറയുന്നത് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഉദയത്തിന് കാരണമായ ആദർശപരമായ ആശയങ്ങളെ ഓർമ്മിക്കുക, പിന്തുടരുക എന്നുള്ളതാണ്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്തൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ പുസ്തകങ്ങളിലൂടെ നമ്മൾ ഇത് ഓർമ്മപ്പെടുത്താറുണ്ട് അല്ലെ. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഉദയത്തിന് കാരണമായിട്ടുള്ള ആദർശപരമായ ആശയങ്ങളെ നമ്മൾ ഓർമ്മിക്കാറുണ്ട്. അത് നമ്മുടെ മൗലിക കർത്തവ്യത്തിൽ പെടുന്നതാണ്. 3ാമത്തത് ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ആസ് ആൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ, ഇന്ത്യൻ പൗരനായ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഇന്ത്യയുടെ പരമാധികാരം, അതിന്റെ ഐക്യം, അതിന്റെ സമഗ്രത, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം, മുറുകെ പിടിക്കണം എന്നുള്ളത്. അടുത്തത് 4ാമത്തെ മൗലിക കടമയാണ് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. നമ്മുടെ രാജ്യത്ത് യുദ്ധസമാനമായ എന്തെങ്കിലും അന്തരീക്ഷമുണ്ടെന്ന സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ രാജ്യത്തിന് വേണ്ടി പൊരുതാനായിട്ട് സന്നദ്ധരായിരിക്കണം. 5ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അമൂല്യ സമ്പത്തിനെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ രാജ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള രാജ്യമാണ്. അപ്പൊ ഇങ്ങനെ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യം തന്നെയാണ്. ആ അമൂല്യ സമ്പത്തിനെ നമ്മൾ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് മൗലിക കടമയാണ്. 6ാമത്തെ മൗലിക കർത്തവ്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. 7ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് വനം, നദി, തടാകം തുടങ്ങിയ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക, സഹജീവികളോട് കരുണ കാട്ടുക. നമുക്കറിയാം, നമ്മള് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെ, ആ വന്യജീവി, ഈ പറഞ്ഞ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതുപോലെ റിസർവ് ഫോറസ്റ്റുകളുണ്ട്, ചില പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിന്റെ കീഴിൽ പറയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ 8ാമത്തത് ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. നമ്മുടെ രാജ്യം ഇന്ന് ശാസ്ത്ര മേഖലയിലൊക്കെ ആണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് അസൂയാർഹമായിട്ടുള്ള രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ലോക രാഷ്ട്രങ്ങളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളോട് തന്നെ കിടപിടിക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഭാരതം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര വികാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ വളരെ റീസെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ലോകരാഷ്ട്രങ്ങളുടെ അടുത്തെത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ പറഞ്ഞ USA-യുടെയും ഫ്രാൻസിന്റെയും ഒക്കെ അടുത്ത് എത്തിയ ഒരു രീതിയിലാണ് ശാസ്ത്ര വികാസത്തിൽ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിനി 9ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് പൊതുസമ്പത്തിനെ സംരക്ഷിക്കുക, അക്രമത്തിനെയും ഹിംസാവൃത്തികളെയും എതിർക്കുക. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ജൈനമതവും ബുദ്ധമതവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഹിംസാവൃത്തികൾക്ക് എതിരായിരുന്നു അല്ലെ. അപ്പൊ അത് ഓർത്ത് വെക്കുക, നമ്മളിങ്ങനെ ഹിംസാവൃത്തികളെ
അക്രമങ്ങളെയൊക്കെയും അക്രമത്തിനെയും ഒക്കെ എതിർക്കുക എന്നുള്ളതും നമ്മുടെ ഒരു കടമയുടെ ഭാഗം തന്നെയാണ്. അതുപോലെ വ്യക്തിത്വത്തിന്റെ 10ാമത്തെയാണ് കേട്ടോ. 10ാമത്തെ പറയുന്നത് വ്യക്തിത്വത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള നല്ല കഴിവുകൾക്കും മൂർച്ച കൂട്ടുക, അതുവഴി രാഷ്ട്രത്തിന്റെ വികസന സ്വപ്നം സാക്ഷാത്കരിക്കുക. നമ്മുടെ രാഷ്ട്രത്തിന്റെ വികസന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നാം ഓരോ പൗരന്മാരും സന്നദ്ധരായിരിക്കണം, അല്ലെങ്കിൽ പ്രതിബദ്ധത ഉള്ളവരായിരിക്കണം. പിന്നെ വരുന്നത് 11ാമത്തെയാണ്. അത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് എന്നാണ് പറയുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് 1 മുതൽ 10 വരെയുള്ളത് പഠിച്ചോ പഠിച്ചില്ലയോ എന്നുള്ള ഒരു പ്രശ്നമല്ല. പക്ഷേ 11ാമത്തെ മൗലിക കടമ PSC എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിക്കേണ്ടതാണ്. ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മളോട് PSC ഇതിനു മുമ്പ് ധാരാളം ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട് മൗലിക കടമകളുടെ ഭാഗത്തുനിന്ന്. അപ്പൊ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നമ്മളോട് PSC പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാലഘട്ടമാണിത്. അപ്പൊ 1ാമത്തെ പ്രസ്താവനയായിട്ട് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം, 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു എന്നൊരു പ്രസ്താവന തരാം. അതുപോലെ വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രസ്താവന തരാം, സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തവെന്ന് പറയാം. അതുപോലെ അടുത്തത് വേണമെങ്കിൽ തരും, 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 10 പ്രസ്താവനകൾ നിങ്ങൾക്ക് തരാം. അപ്പൊ ഈ 10 പ്രസ്താവനകൾ കേൾക്കുമ്പോഴത്തേക്കും ഒരു പ്രസ്താവന അറിയാവുന്ന ഒരു വ്യക്തിക്ക് 2ഉം 3ഉം പ്രസ്താവന ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് പഠിക്കുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായിരിക്കണം. അതേസമയം സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുട്ടിക്ക് ഈ സർക്കാരിയ കമ്മീഷൻ കാണുമ്പോൾ മനസ്സിലാവും അതല്ല എന്നുള്ളത്, അത് എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ടാവണം. ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയും വേണം കേട്ടോ. അപ്പൊ ഇതേ രീതിയിലൊക്കെയാണ് മൗലിക ചുമതലകൾ നമ്മളോട് ചോദിക്കാറുള്ളത്. അതുപോലെ വേണമെങ്കിൽ നമ്മളോട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 1 മുതൽ 11 വരെയുള്ള മൗലിക കടമകളുണ്ടല്ലോ, ആ മൗലിക കടമകളെ ബേസ് ചെയ്ത് വേണമെങ്കിൽ PSCക്ക് നമ്മളോട് പ്രസ്താവന ചോദിക്കാം. ഒന്നുകിൽ നമ്മളോട് ചോദിക്കാം, ഇപ്പോൾ പ്രസ്താവന 1 നമുക്ക് തരാം, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. അത് നമുക്കിപ്പോ പഠിച്ചില്ലെങ്കിലും നമുക്കറിയാം അതെന്താണ് മൗലിക കടമയാണ്. അപ്പൊ നമുക്ക് അവിടെ റൈറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ 2ാമത് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അതും ഇനി മൗലിക കടമ പഠിക്കാത്ത ഒരാൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്യേണ്ടതാണ്. ഇനി അത് അവൻ ചെയ്തില്ലെങ്കിലാണ് അത് നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും, മൗലിക കടമ അല്ല എന്താണെന്ന് പോലും അറിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവുമല്ലോ. അടുത്തത് ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അപ്പൊ ഇങ്ങനെ മൗലിക കടമ 11 നിന്ന് നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞു വെക്കണം എന്ന് പറയുന്നത്. മെയിൻലി പഠിക്കേണ്ടത് നമ്മുടെ 11ാമത്തെ മൗലിക കടമ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇപ്രകാരമൊക്കെയാണ് PSC ഇതിനകത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ മാഡം ഇനി ഇപ്പൊ നമ്മൾ ഇതിനെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതാണ് അല്ലെ, നിർദ്ദേശക തത്വങ്ങൾ അല്ലെ? അതെ, നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ അതിനെ കുറിച്ചാവാൻ തോന്നുന്നു ഇനി. അതെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വളരെ ചെറിയൊരു ഭാഗമാണ്. നിങ്ങൾക്കറിയാം ആകെ നമുക്ക് വരുന്നത് പാർട്ട് 4A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 51A ആണ് ഇതിന്റെ ആർട്ടിക്കിൾ വരുന്നത്. അപ്പൊ അത്രയും ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനോട് നമുക്ക് ചേർത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. മലയാളത്തിൽ നമുക്കിതിനെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമുക്കിതെല്ലാം നമ്മൾ കടം കൊണ്ട ആശയങ്ങളാണ്. മൗലിക കടമകളായിക്കോട്ടെ, മൗലിക അവകാശങ്ങളായിക്കൊള്ളട്ടെ, ഇതൊക്കെ നമ്മൾ ഏത് രാജ്യങ്ങളിൽ നിന്നാണ് കടം കൊണ്ടതെന്ന് കണ്ടു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നിർദ്ദേശക തത്വം കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടം കൊണ്ട ആശയമാണെന്ത് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP എന്ന് പറയുന്നത്. അതെ, അയർലൻഡിൽ നിന്ന് നമ്മൾ കടം കൊണ്ടതാണ്. പിന്നെ ഇത് പഠിക്കുമ്പോൾ ഓർക്കുക, ഭരണഘടനയുടെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. ആർട്ടിക്കിള് 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഈ DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഈ ഭാഗം ക്ലിയർ ആയിട്ട് പഠിക്കണം ഭരണഘടനയുടെ. അത് എല്ലാത്തിലും ഒന്നും വേണ്ട, ചില ഇമ്പോർട്ടന്റ് പാർട്ടിന്റെയാണ് ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ടും ഏത് ഭാഗമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേ രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയും ഇത് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ പറയുന്നത്. അപ്പൊ ഭാഗം 4 പറയുന്നത് DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ആർട്ടിക്കിൾ 36 to 51 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടി
പറഞ്ഞോട്ടെ, ഈ നിർദ്ദേശക തത്വങ്ങള് ഭരണഘടനയിൽ ഏറ്റവും ആദ്യം ഉൾപ്പെടുത്തിയ രാജ്യം എന്ന് പറയുന്നത് സ്പെയിൻ ആയിരുന്നു. പക്ഷെ നമ്മളിത് കടക്കൊണ്ടിരിക്കുന്ന അറയിൽ നിന്ന്, അയർലൻഡിന്റെ കയ്യിൽ നിന്ന്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ ഈ മാർഗനിർദ്ദേശക തത്വങ്ങള് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും PSC ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ PSCക്ക് സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗമെന്ന് ചോദിക്കും. ഗാന്ധിജി എപ്പോഴും വിഭാവനം ചെയ്തിരുന്നത് വെൽഫെയർ സ്റ്റേറ്റ് ആണ്, ഒരു ക്ഷേമരാഷ്ട്രമാണ് ഗാന്ധിജി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊണ്ടിരുന്നിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. മാഡം, ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്, അതിന്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെയാണ്? നിർദ്ദേശക തത്വം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലായി, നിർദ്ദേശിച്ചിരിക്കുന്ന തത്വങ്ങളാണ്. നമ്മൾ മസ്റ്റായിട്ടും അത് ചെയ്യണം. കടമ എന്ന് പറഞ്ഞാൽ ആസ് എ സിറ്റിസൺ ഇറ്റ് സെൽഫ് വി ഡു, അല്ലെ, നമ്മൾ ചെയ്യേണ്ടതാണ്. മറ്റേതങ്ങനെയല്ല, രാഷ്ട്രം നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. രാഷ്ട്രത്തിന്റെ ഐശ്വര്യത്തിനും പുരോഗതിക്കും വികാസത്തിനും ഒക്കെ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ആസ് എ പൗരൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഈ നിർദ്ദേശക തത്വങ്ങൾക്കകത്ത് ചില കാര്യങ്ങൾ, ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞാൽ 36 തൊട്ട് 51 വരെയുള്ള ആർട്ടിക്കിൾ ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട. നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ അനുച്ഛേദം 39A, അതായത് ആർട്ടിക്കിൾ 39A നിങ്ങൾ പഠിക്കണം. അത് ആവശ്യം വരുന്നതാണ്. ഇവിടെ പറയുന്നത് എല്ലാവർക്കും തുല്യ നീതിയാണ്, പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്നതാണ്. അത് മാഡം, ആ ഒരു ഭാഗം വരുമ്പോൾ അതായിരിക്കും നമ്മുടെ ഈ ലീഗൽ സർവീസസ് അതോറിറ്റി. നമുക്കറിയാം, എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വരുമ്പം ഇപ്പം എന്താ പറയുന്നത്, സാമ്പത്തികമില്ലായ്മ മൂലം കേസ് നടത്താൻ പറ്റാത്തവർക്ക് ലീഗൽ സർവീസ് അതോറിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, സഹായം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതവിടെ എന്താ കാണുന്നത്, അവർക്ക് സൗജന്യ നിയമസഹായം കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഇപ്രകാരം എല്ലാവർക്കും തുല്യനീതി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു സൗജന്യ നിയമസഹായം കൊടുക്കുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റി നമ്മുടെ മനസ്സിൽ വരുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പഠിച്ചു പഠിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം ആർട്ടിക്കിൾ 39A നിങ്ങൾ പഠിക്കേണ്ടതാണ് നിർദ്ദേശക തത്വത്തിനകത്ത്. അതുപോലെ നമ്മൾ ഇവിടെ പഠിക്കേണ്ട ഒന്നാണ് ആർട്ടിക്കിൾ 39D പഠിക്കണം. അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം. ഒരു ജോലി ചെയ്യുന്നത്, അത് സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ, ജെൻഡറിന്റെ പേരിൽ അവിടെ തൊഴിൽ വേതനത്തിനകത്ത് വ്യത്യാസം വരാൻ പാടില്ല. അപ്പൊ അത് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് ആർട്ടിക്കിൾ 39D ആണ്. അത് നിർദ്ദേശക തത്വമാണ്. അതുപോലെ ആർട്ടിക്കിൾ 40 നമ്മൾ പഠിക്കേണ്ടതാണ് പഞ്ചായത്തുകളുടെ രൂപീകരണം. അത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ വരുന്നതാണ് പഞ്ചായത്തിന്റെ രൂപീകരണം വരുന്നത്. കാരണം വികേന്ദ്രീകരണം ആണ് ഇത് ലക്ഷ്യമിട്ടിരിക്കുന്നത്. മറ്റേതൊരു കേന്ദ്രീകരണമായിരുന്നുവെങ്കിൽ ഈ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സിസ്റ്റം വരുമ്പോഴത്തേക്കും അവിടെ ഡീസെൻട്രലൈസേഷൻ ആണ്, വികേന്ദ്രീകരണമാണ്. അപ്പം അത് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ളതാണ് ഏത്, ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. അതുപോലെ ആർട്ടിക്കിൾ 43B നമ്മൾ പഠിക്കണം. സഹകരണ സംഘങ്ങളുടെ ഉന്നമനം വരുന്നത് ആർട്ടിക്കിൾ 43Bയിലാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അനുച്ഛേദം 44 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 44. എന്താണ്, ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇടയ്ക്ക് വരാറുണ്ട്. ഗോവയാണ് ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം. യൂണിഫോം സിവിൽ കോഡ് ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഗോവയാണ്. ആർട്ടിക്കിൾ 44 എന്താണ്, യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ്. അതുപോലെ പിന്നെ നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് പഠിക്കേണ്ടതാണ് ആർട്ടിക്കിൾ 45 പഠിക്കണം. അതായത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണം, വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 45. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. പിന്നെ നമ്മളോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗോവധ നിരോധനം അല്ലെങ്കിൽ മൃഗസംരക്ഷണം. അതിനെക്കുറിച്ച് പറയുന്ന PSC ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അത് ആർട്ടിക്കിൾ 48 ആണ് കേട്ടോ. നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഗോവധം അല്ലെങ്കിൽ ഗോക്കളുടെ സംരക്ഷണം, മൃഗസംരക്ഷണം എന്നിവയെല്ലാം ആർട്ടിക്കിൾ 48 നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കാനുണ്ട്, ആർട്ടിക്കിൾ 47 അറിഞ്ഞു വെക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 47 പറയുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതിയെ കുറിച്ചാണ്. അതായത് പോഷകാഹാര ലഭ്യത, അല്ലെ, പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതിയിൽ വരുന്നതാണ്. പോഷകാഹാരങ്ങളുടെ നിലവാരം അല്ലെങ്കിൽ അതിന്റെ ലഭ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കടമയും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 48A അത് വനം, വന്യമൃഗ സംരക്ഷണം എന്നിവയെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതാണ് 48A. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കുന്നത് പോലെ തന്നെ ചെറിയൊരു ഏരിയ ഉള്ളൂ നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻലി പഠിക്കേണ്ടത് യൂണിഫോം സിവിൽ കോഡ് തന്നെയാണ്, ആർട്ടിക്കിൾ 44. പിന്നെ നമ്മൾ 48 മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഗോവധ നിരോധനം നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നെ ആർട്ടിക്കിൾ 40 അവിടെ പഠിക്കണം, പഞ്ചായത്തുകളുടെ രൂപീകരണം. 39D പഠിക്കണം, തുല്യ ജോലിക്ക് തുല്യ വേതനം. പിന്നെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സൗജന്യ നിയമസഹായം പറഞ്ഞില്ലേ, എല്ലാവർക്കും തുല്യ നീതി എന്നുള്ളത് നമ്മളിവിടെ പഠിക്കേണ്ട കൺസെപ്റ്റ് ആണ്.
പാവപ്പെട്ടവർക്ക് അല്ലെ ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടും. ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടുവാണ്. അതായത് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു എന്താ പറയുക അഭിഭാഷകനെയോ ഒക്കെ വെച്ചൊരു കേസ് നടത്താൻ പറ്റില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആക്ച്വലി അവർക്കൊരു സഹായം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് ഈ ഭാഗത്ത് നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡുള്ള സംസ്ഥാനം. ആദ്യം നമ്മൾ സൂചിപ്പിച്ചു ഏതാണ്? ഗോവയാണ് ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡുള്ള സംസ്ഥാനം. അതുപോലെ ഗോവധ നിരോധനം ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. ഗുജറാത്താണ് കേട്ടോ. ഗോവധ നിരോധനം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഗുജറാത്തിലാണ്. പിന്നെ നമ്മളോട് മദ്യനിരോധനത്തെ കുറിച്ചും DPSPയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഇതെന്ന് പറയുന്നത് DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ഇതൊക്കെ പഠിച്ച സമയത്ത്, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിച്ചപ്പോൾ നമ്മൾ സ്വരൺ സിംഗ് കമ്മിറ്റിയെ കുറിച്ച് കണ്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഒരു കമ്മിറ്റി പഠിക്കാനുണ്ട്. അതാണ് സപ്രു കമ്മിറ്റി. അതായത് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സപ്രു കമ്മിറ്റി. ഈ രണ്ട് കമ്മിറ്റിയും പഠിച്ചു വെക്കണം കേട്ടോ. സ്വരൺ സിംഗും ഉണ്ട്, സപ്രു കമ്മിറ്റിയും ഉണ്ട്. അപ്പൊ ഈ സപ്രു കമ്മിറ്റിയാണ് എന്താ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അധ്യായം കേട്ടവർക്ക് തീർച്ചയായിട്ടും ഇതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ പിക്ചർ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പളിന്റെ ക്ലാസ്സസ് നിങ്ങൾ കേട്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലാസ് ശ്രവിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ അറ്റൻഡ് ചെയ്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമുക്ക് PSCയുടെ വെബ്സൈറ്റിൽ കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയിട്ട് ഈ ഭാഗത്ത് നിന്ന് എപ്രകാരമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രവിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തി നോക്കുക. വളരെ വിശദമായിട്ടും ക്ലിയർ ആയിട്ടും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗമായ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി രണ്ടും വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നന്ദി. മൗലിക കർത്തവ്യങ്ങളെയും നിർദ്ദേശക തത്വങ്ങളെയും കുറിച്ച് സംസാരിച്ചത് അധ്യാപികയായ ലക്ഷ്മി S. ഒപ്പം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം J. ജയ്ദേവ്. റേഡിയോ ഗൈഡ് സമാപിച്ചു.